അപ്പോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും ശക്തവും അതേസമയം ഏറ്റവും വിവാദപരവുമായ ഒരു മൂലകത്തെക്കുറിച്ചാണ് യുറേനിയം. ഒരേ സമയം സൃഷ്ടിക്കാനും പിന്നെ സംഹരിക്കാനും കഴിവുള്ള ഒരു വല്ലാത്തൊരു ശക്തി. അപ്പോ ഈ ഒരു ചോദ്യമില്ലേ, അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ കാതൽ. എങ്ങനെയാണ് ഇത്ര ചെറിയൊരു ലോഹത്തിന് ഒരേ സമയം ഒരു വശത്ത് ഊർജവും മറുവശത്ത് വിനാശവും നൽകാൻ പറ്റുന്നത്? വാ നമുക്ക് നോക്കാം. ഇതിന്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ കണക്ക് മതിയാകും. വെറും 1 കിലോഗ്രാം യുറേനിയം ഒന്നോർത്തു നോക്കൂ. അത് നൽകുന്ന എനർജി ഏതാണ്ട് 1500 ടൺ കൽക്കരിക്ക് തുല്യമാണ്. ശരിക്കും അവിശ്വസനീയം അല്ലേ? അപ്പോൾ എന്താണ് ശരിക്കും ഈ യുറേനിയം എന്ന് പറയുന്നത്? നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാല് യുറേനിയം ഒരു ലോഹമാണ്. അതിന്റെ ആറ്റങ്ങൾ, അതായത് ഏറ്റവും ചെറിയ കണികകൾ പിളരുമ്പോൾ ഭയങ്കരമായ രീതിയിൽ ഊർജം പുറത്തുവരും. ഈ ഒരു കഴിവ് അതാണ് യുറേനിയത്തെ ഇത്രയധികം ശക്തമാക്കുന്നത്. ഇതിന്റെ ചില പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, ഇത് ഭയങ്കര ഭാരമുള്ള ഒരു റേഡിയോ ആക്റ്റീവ് മൂലകമാണ്. പിന്നെ ഇത് ഭൂമിക്കടിയിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇതിന് സാന്ദ്രത അഥവാ ഡെൻസിറ്റി വളരെ കൂടുതലാണ്. കെമിസ്ട്രിയിൽ പറഞ്ഞാൽ ഇതിന്റെ ആറ്റോമിക സംഖ്യ 92ആണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, എല്ലാ യുറേനിയവും ഒരുപോലെയല്ല. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ശക്തിയുടെ രഹസ്യം കിടക്കുന്നത് ഈ വ്യത്യാസത്തിലാണ്. അതാണ് ഏറ്റവും നിർണായകം. ഓക്കെ, അപ്പോൾ യുറേനിയത്തിനു പ്രധാനമായിട്ടും 2 തരം ഐസോട്ടോപ്പുകളുണ്ട്. അതിലൊരുപാട് കാണുന്ന ഒന്നാണ് U-238. പക്ഷേ ഇതിന് അത്ര വലിയ റിയാക്ഷൻ കപ്പാസിറ്റി ഇല്ല. എന്നാൽ വളരെ അപൂർവമായി കാണുന്ന ഒന്നാണ് U-235. ഇവനാണ് യഥാർത്ഥ താരം. ഇതിന്റെ ആറ്റങ്ങൾ എളുപ്പത്തിൽ പിളരും. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന ഈ ഭീമമായ ഊർജത്തിനും പിന്നെ ആയുധങ്ങൾക്കുമൊക്കെ പിന്നിലെ പ്രധാനി ഈ U-235 ആണ്. ശരി, അപ്പൊ നമുക്കിനി യുറേനിയത്തിന്റെ പോസിറ്റീവ് സൈഡിലേക്ക് വരാം. അതായത് ലോകത്തിന് ശുദ്ധമായ ഊർജം നൽകാനുള്ളതിന്റെ കഴിവിനെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായി നോക്കാം. അപ്പോ ഈ പറയുന്ന ഊർജം എങ്ങനെയാണ് കറണ്ടായി മാറുന്നത്? ഇതിനെയാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് വിളിക്കുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാം. ആദ്യം ആ U-235 ആറ്റം പിളരുന്നു. അപ്പോൾ ഭയങ്കരമായ ചൂട് പുറത്തുവരും. ഈ ചൂടുപയോഗിച്ച് വെള്ളം തിളപ്പിച്ച് നീരാവിയാക്കുന്നു. ആ നീരാവിയുടെ ശക്തിയിൽ ടർബൈനുകൾ കറങ്ങുന്നു. അത്രയുള്ളൂ, വൈദ്യുതി റെഡി. ഇതൊരു സിമ്പിൾ ചെയിൻ റിയാക്ഷനാണ്. പക്ഷേ ഒരു നഗരത്തിന് മുഴുവൻ വെളിച്ചം കൊടുക്കാൻ ഇതിനു പറ്റും. അപ്പോൾ ഇന്നത്തെ ലോകത്ത് ന്യൂക്ലിയർ എനർജിക്ക് എന്താണ് ഇത്ര പ്രസക്തി? ഒന്ന്, ഇത് ക്ലീൻ എനർജിയാണ്. അതായത് കാർബൺ പുറത്തുവിടുന്നില്ല. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് വളരെ സ്റ്റേബിളാണ്. സൂര്യൻ പോയാലോ കാറ്റ് നിന്നാലോ ഇതിനൊരു പ്രശ്നവുമില്ല. 24x7 സ്ഥിരമായി ഊർജം തന്നുകൊണ്ടേയിരിക്കും. മാത്രമല്ല, നമ്മുടെ ലോകം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാലോചിച്ചു നോക്കൂ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വലിയ വലിയ ഡാറ്റാ സെന്ററുകൾ, പുതിയ വ്യവസായങ്ങൾ, ഇവയ്ക്കെല്ലാം പ്രവർത്തിക്കാൻ എന്തുമാത്രം എനർജി വേണം? മുമ്പത്തേക്കാൾ ഒരുപാട് കൂടുതൽ. കണക്കുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2050 ആകുമ്പോഴേക്കും ലോകത്തിന് ഇപ്പോഴുള്ളതിന്റെ ഇരട്ടി ഊർജം വേണ്ടിവരുമെന്നാണ്. ഈയൊരു ഭീമമായ ആവശ്യം നിറവേറ്റണമെങ്കിൽ യുറേനിയം പോലെയുള്ള സ്ഥിരമായ പവർ തരുന്ന സോഴ്സുകൾ നമുക്ക് വേണ്ടിവരും. ഇതുവരെ നമ്മളിതിന്റെ നല്ല കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എല്ലാ നാണയത്തിനും ഒരു മറുവശമുള്ളതുപോലെ ഈ കഥയ്ക്കും വളരെ ഇരുണ്ട ഒരു മറുപുറമുണ്ട്. അപ്പോ ഇനി നമുക്ക് യുറേനിയത്തിന്റെ ആ വിനാശകരമായ ശക്തിയെക്കുറിച്ച് സംസാരിക്കാം. യുറേനിയത്തിന്റെ സൈനിക ഉപയോഗങ്ങളാണ് ഇതിനെ ഭൂമിയിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു വസ്തുവാക്കി മാറ്റുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള അണുബോംബുകളുടെ എല്ലാം ഹൃദയം ഇതാണ്. അതുമാത്രമല്ല, ആണവ അന്തർവാഹിനികൾക്ക് വർഷങ്ങളോളം വെള്ളത്തിനടിയിൽ കഴിയാനുള്ള ഇന്ധനം നൽകുന്നത് യുറേനിയമാണ്. പിന്നെ ടാങ്കുകളുടെയൊക്കെ കവചം തുളച്ചുപോകുന്ന തരം ശക്തമായ ആയുധങ്ങൾ ഉണ്ടാക്കാനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിന്റെ കയ്യിൽ യുറേനിയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ, അതിനർത്ഥം അവർക്ക് എനർജിയിൽ സ്വാതന്ത്ര്യമുണ്ട്, വലിയ സൈനിക ശക്തിയുണ്ട്, ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ വലിയ വിലയുമുണ്ട്. സ്വാഭാവികമായും ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ ഒരു പ്രധാന കാരണമായി പലപ്പോഴും മാറാറുണ്ട്. അപ്പോ നമ്മളിപ്പോ ഈ കഥയുടെ 2 വശങ്ങളും കണ്ടുകഴിഞ്ഞു. ഒരു വശത്ത് സൃഷ്ടി, മറുവശത്ത് സംഹാരം. എങ്ങനെയാണ് ഈ 2 കാര്യങ്ങളും ഒരേ ഒരു മൂലകത്തിൽ ഒരുമിച്ച് വരുന്നത്? ഇവിടെ നോക്കൂ, യുറേനിയത്തിന്റെ ഈ ഇരട്ട സ്വഭാവം എത്ര വ്യക്തമാണെന്ന്. ഒരു സൈഡില് ക്ലീൻ എനർജി, സയൻസിലെ പുതിയ കണ്ടുപിടുത്തങ്ങള്,
മെഡിക്കൽ രംഗത്തെ ഉപയോഗങ്ങള്. എന്നാൽ മറുഭാഗത്തോ ആണവായുധങ്ങള്, റേഡിയേഷൻ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങള്, പരിസ്ഥിതിക്ക് വരുന്ന ദോഷങ്ങള്. ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അല്ലേ? ഒരൊറ്റ മൂലകത്തിന് ഇത്രയും വിപരീതമായ രണ്ട് മുഖങ്ങൾ. ശരിക്കും ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. യുറേനിയം എന്ന് പറയുന്നത് തനിയെ നല്ലതോ ചീത്തയോ ആയ ഒന്നല്ല. അതിന്റെ ഫലം എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ മനുഷ്യരാണ്. നമ്മളതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും എല്ലാം. അപ്പോ ഉത്തരവാദിത്തം അത് പൂർണ്ണമായും നമുക്കാണ്. അതുകൊണ്ട് ഒന്നോർക്കുക, യുറേനിയം വെറും ഒരു മൂലകമല്ല, അതൊരു ശക്തിയാണ്, ഒരു ഭീമമായ ശക്തി. ആ ശക്തിയെ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കാൻ തീരുമാനിക്കും? നന്മയ്ക്കോ അതോ തിന്മയ്ക്കോ? ആ ഒരു തെരഞ്ഞെടുപ്പിലാണ് നമ്മുടെയെല്ലാം ഭാവിയിരിക്കുന്നത്.